തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി അനുസ്മരണം PDP ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല ഉദ്ഘാടനം ചെയ്തു. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നടന്ന ചടങ്ങിൽ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. PDP തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ അനുസ്മരണ ദിനം ആചരിച്ചു. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ PM സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് PDP ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല ഉദ്ഘാടനം ചെയ്തു. നാരായണ ഗുരുവിനേക്ക് ഇന്നത്തെ യുവതലമുറയ്ക്ക് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മളിലുണ്ട്. അവരൊക്കെ സമൂഹത്തിന് വേണ്ടി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അത് എത്രത്തോളം വലുതാണ് എന്ന് നമ്മുടെ ഈ സമൂഹത്തിലുള്ള യുവതലമുറക്ക് പറഞ്ഞു കൊടുക്കണം. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെയും ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും ലഹരി വിമുക്ത സംരംഭങ്ങളിൽ പങ്കാളികളാകുമെന്നും ചടങ്ങിൽ പ്രതിജ്ഞയെടുത്തു. ഷബീർ നെട്ടൂർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. PDP സംസ്ഥാന സെക്രട്ടറി മുജീബ് റഹ്മാൻ, ജില്ലാ കൌൺസിൽ മെമ്പർ ഷിഹാബ് ചേലക്കുളം, ബഹുജൻ ദ്രാവിഡ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CM പ്രതാപൻ, KVMS പ്രതിനിധി അംബരീഷൻ മാസ്റ്റർ, സാധുജന പരിപാലന സംഘം സെക്രട്ടറി സുരേഷ്, ബഹുജൻ ദ്രാവിഡ പാർട്ടി ജില്ലാ പ്രസിഡന്റ് രാഘവൻ, PDP മണ്ഡലം സെക്രട്ടറി അസ്ലം നെട്ടൂർ, ജില്ലാ കൌൺസിൽ മെമ്പർ നാസർ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം നടപ്പാക്കിയ അല്ലെങ്കിൽ അത് ഇടപെട്ട ചില പ്രശ്നങ്ങൾ കേരളത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് സത്യം. എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു മതപണ്ഡിതനായ അബ്ദുൽ നാസർ മഅദനി രൂപം കൊടുത്തപ്പോൾ അദ്ദേഹം അന്ന് പത്രദൃശ്യമാധ്യമങ്ങളോട് PDPയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് കേരള പൊതുസമൂഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്. PDP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലല്ല, മറിച്ച് ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഈ രാജ്യത്തെ കറുത്ത മക്കൾക്ക് വേണ്ടി നിലകൊണ്ട ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി മഹാനായ ബാബാ സാഹബ് അംബേദ്കറുടെ ജന്മദിനത്തിലാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊള്ളയും കൊലപാതകവുമാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്.